ഈ മൊബൈൽ ഇപ്പോൾ വലിയ ദുരിതം പിടിച്ചൊരു സാധനമാണ്. ഇപ്പം എൻ്റെ കാര്യത്തിൽ തന്നെ നോക്കുക, എൻ്റെ എവിഡൻസും ആ മൊബൈലിലുണ്ട്. പോലീസിന് എവിഡൻസ് എന്ന് അവർ വിശ്വസിക്കുന്നത് ആ മൊബൈലിലുണ്ട്. നൗ വാട്ട് ടു ഡു? ദിസ് ഇൻസ്ട്രുമെൻറ്റ് ഹാവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻഫർമേഷൻ വിത്തിൻ ദാറ്റ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യം എന്തുകൊണ്ട് പറഞ്ഞു എന്ന് തെളിയിക്കാനുള്ള വീഡിയോസ്, ഫോട്ടോസൊക്കെ ഈ മൊബൈലിനകത്താണ് ഉള്ളത്. അത് നിങ്ങൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എൻ്റെ ഡിഫൻസിന് ഞാൻ എന്ത് പറയും? അതൊരു ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ ഇത് നീണ്ടുപോയി. ഏതായാലും ഞാൻ കസ്റ്റഡിയിലെടുക്കാൻ സമ്മതിച്ച്, തടസ്സമൊന്നും വന്നില്ല, അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ടും പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാർ എന്നോട് സംസാരിച്ചു. അവർ പറഞ്ഞു, മോഹൻദാസ് പറയുന്നതിലൊരു ന്യായമുണ്ട്, ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട്. ഞാൻ പറഞ്ഞു, ഇല്ല സാർ, നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ല. അല്ല, ന്യായം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യം അതുണ്ട്, ബട്ട് ഇറ്റ് ഈസ് എ ഗ്രേ ഏരിയ. കോടതികളാണ് അത് തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, കോടതികൾ തീരുമാനിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ കോടതി, ഡൽഹി കോടതി, മദ്രാസ് ഹൈക്കോടതി, കർണാടക ഹൈക്കോടതി, ഒന്നോ രണ്ടോ തവണ എല്ലായിടത്തും ഈ പ്രശ്നം നിൽക്കുന്നുണ്ട്. അതിൽ വിചിത്രമായൊരു കേസ് വിച്ച് ലെഡ് ടു സുപ്രീം കോടതിയിൽ പുട്ടസ്വാമി ജഡ്ജ്മെൻറ്റ്. അതിലാണ് പ്രൈവസി ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് അംഗീകരിക്കുന്നത്. അതുവരെ പ്രൈവസി ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നില്ല. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ മൊബൈൽ പിടിക്കാൻ പോകുന്നു, മൊബൈൽ ഇയാൾ തരുന്നില്ല, ബാക്കിയെല്ലാം തരുന്നു, മൊബൈൽ പിടിക്കാൻ ചിലപ്പോൾ വയലൻ്റായിട്ട് ഞാൻ ചത്തുകളയും എന്നൊക്കെ പറയുന്നു. ടു കട്ട് ദ ലോങ് സ്റ്റോറി ഷോർട്ട്, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പോലീസുകാരിൽ ഒരാളുടെ ഭാര്യയുമായിട്ട് ഇയാൾക്ക് റിലേഷനുണ്ട്. അതിൻ്റെ വീഡിയോ ഈ മൊബൈലിലുണ്ട്. അതേ പോലീസുകാരൻ അല്ലെങ്കിൽ അവരുൾപ്പെട്ട സംഘമാണ് ഈ മൊബൈൽ പിടിച്ചെടുക്കാൻ പോകുന്നത്. പിടിച്ചെടുത്ത് അവർ ഗാലറി തുറന്നാൽ അതിലൊരു പോലീസുകാരൻ്റെ ജീവിതം കോഞ്ഞാട്ടയാവും, ഇയാളുടെ ജീവിതവും കോഞ്ഞാട്ടയാവും. അതുകൊണ്ടാണ് ഇയാൾ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തത്. അത് പിന്നീട് പുറത്തു വന്നു വെച്ചു. അപ്പോൾ ഈ സൈബർ പ്രൈവസി നമുക്ക് പൊതുവെ നമ്മൾ ഇതങ്ങ് കീഴടങ്ങി കൊടുക്കുക ചെയ്യുന്നത്. അത് പോലീസ് കൊണ്ടുപോയി, ഇപ്പം എന്ത് ചെയ്യാനാ, ഞാൻ വേറെ മൊബൈൽ എടുത്തു, അവിടെ വെച്ച് തീർന്നു. അതങ്ങനെയല്ല, ഇൻ പ്രിൻസിപ്പിൾ അങ്ങനെ ചെയ്യാൻ പാടില്ല പോലീസ്. പക്ഷേ പോലീസ് ഈ പറഞ്ഞ പോലെ എൻ്റെ കാര്യത്തിൽ എൻ്റെ മൊബൈലിൽ അവർക്ക് എവിഡൻസ് ഇല്ലെങ്കിലും എവിഡൻസ് ഉണ്ടാവുന്ന സ്ഥിതികളുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ബാലൻസ് ചെയ്യും? അതൊരു തലവേദനയാണ്. ഞാനും പറഞ്ഞു, യെസ്, ഒരു തലവേദനയാണ്. എന്നെ സമയത്തോളം ഞാൻ ഇത് 2018 തന്നെ സോൾവ് ചെയ്തതാണ്. എൻ്റെ പേഴ്സണലി ജസ്റ്റിസ് കമാൽ പാഷയുടെ ജഡ്ജ്മെൻറ്റിൽ എൻ്റെ മൊബൈൽ പിടിക്കരുതെന്നുണ്ട്, എന്നിട്ടും നിങ്ങൾ പിടിച്ചു. അതുകൊണ്ട് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ രക്ഷപ്പെടും ചിലപ്പോൾ ഈ കമാൽ പാഷയുടെ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിൽ ആർഗ്യൂ ചെയ്തിട്ട്. ബട്ട് പൊതുജനങ്ങളുടെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ്. അത് ചിലപ്പോൾ പൊതു താല്പര്യ ഹർജി ആരെങ്കിലും ഫയൽ ചെയ്യേണ്ടിയൊക്കെ വരും. അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായിട്ട് പോലീസ് ചെയ്യുന്നതാണ്, ചുമ്മാ മൊബൈൽ പിടിച്ചെടുത്തുകൊണ്ട് പോകും. ഞാൻ പണ്ട് ഒരു കൊല ചെയ്യാനായിട്ട് ഒരാൾ ലാൻഡ് ലൈൻ ഉള്ള കാലത്ത് ലാൻഡ് ലൈനിൽ വിളിച്ചിട്ട് ഞാൻ വായിച്ചത്തിനോട് പറയുന്നു, മറ്റവനെ തട്ടിയേക്ക്, അവനോട് നിൽപ്പുണ്ട് മേനക ജംഗ്ഷനിൽ. ഞാനിപ്പോൾ പോകും. ഇത് പോലീസ് കോടതിയിൽ പറയുന്നു. ആ കോടതിയിൽ ഈ 2 ടെലിഫോൺ ഹാജരാക്കാറുണ്ട്. ഈ ഫോണിൽ നിന്നാണ് സംസാരിച്ചത്. ഇല്ലല്ലോ. അപ്പോൾ പിന്നെ മൊബൈൽ ഫോൺ എന്തിനാ? ലാൻഡ് ലൈൻ വേണ്ടാത്തൊരു കാര്യത്തിന് മൊബൈൽ ഫോൺ നിങ്ങൾ തെളിവാകുന്നത് എങ്ങനെയാണ്? അതിൻ്റെ കോൾ ഡാറ്റ റെക്കോർഡർ എടുക്കുന്നു, ഞാൻ വായിജത്തിനെ ഇന്ന സമയത്ത് വിളിച്ചിരുന്നു, ഇത്ര സെക്കൻഡ് സംസാരിച്ചിരുന്നു. വാട്ട് ഫോർ? ഇതില്ലാതിരുന്ന കാലത്ത് നിങ്ങളെങ്ങനെയാണ് ഇത് വാദിച്ചുകൊണ്ടിരുന്നത്? അതുപോലെ ഇപ്പോഴും വാദിക്കണം. അപ്പോൾ ഈ ജസ്റ്റിസ് കമാൽ പാഷ പ്ലസ് അങ്ങനത്തെ ചിന്തയുള്ള ധാരാളം ഈ മനുഷ്യാവകാശം എന്ന ദൃഷ്ടിയിൽ നോക്കുന്നവർ, ഈ അപകടങ്ങൾ മനസ്സിലാക്കുന്നവർ, അവരുടെ ജഡ്ജ്മെൻറ്റൊക്കെ ഇതിൽ ഇൻക്ലൈൻഡ് ആയിരിക്കും. ഈ മൊബൈൽ ഇല്ലാത്ത കാലത്തും കേസുകൾ തെളിയിച്ചിട്ടില്ലേ? ഒരുപക്ഷെ ഇതിലും എഫിഷ്യൻ്റായിട്ടാണ് കേസുകൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ ഇപ്പോൾ പോലീസിൻ്റെ ഒരു ദൗർബല്യമായിട്ട് മാറി. മൊബൈൽ CCTV ഇതുണ്ടെങ്കിലേ ഒരു കേസ് തെളിയിക്കാൻ പറ്റും. മൊബൈലും ഇല്ല, CCTV ഇല്ല, പിന്നെ എന്ത് ചെയ്യുന്ന? ഈ മൊബൈലും CCTV ഇല്ലാത്ത കാലത്ത് എന്ത് ചെയ്തിരുന്നു?
എത്രയോ വലിയ കൊലപാതകങ്ങൾ, കൂട്ടക്കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങൾ, ഇതെല്ലാം തെളിയിച്ചിട്ടുണ്ട് പോലീസ്. അപ്പോൾ ആ സ്കില്ലെവിടെ പോയി നിങ്ങളുടെ? നിങ്ങളിപ്പോൾ മെഷീൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ചില ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ ഫീഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് കമ്പ്യൂട്ടർ പറയുന്ന അസുഖമാണ് നിങ്ങൾക്കുള്ളത് എന്ന് തീരുമാനിക്കുന്ന ഡോക്ടർമാർ. മറ്റേ ഓൾഡ് ജനറേഷൻ ഡോക്ടർമാർ ചുമ്മാ ഇങ്ങനെ കയ്യിൽ പൾസ് വെച്ചിട്ട് മരുന്ന് കുറിച്ചിട്ട് പൊക്കോളാം, അവർക്കൊരു യന്ത്രവും വേണ്ട. അപ്പോൾ അങ്ങനത്തെ ഒരു മെച്യൂർഡ് അവസ്ഥയിലേക്ക് പോലീസ് വരേണ്ടിയിരിക്കുന്നു, വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ദ ഓഫീസർ. അതർവൈസ് അങ്ങനെ ഒരു ഹരാസ്മെൻറ്റ് ഒന്നും എനിക്കുണ്ടായില്ല കേട്ടോ. ഐ വാസ് കംഫർട്ടബിളി, എൻ്റെ കംഫർട്ട് നോക്കാൻ തന്നെ രണ്ടുപേരും നിരന്തരം ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അതൊക്കെ വളരെ ഡീസൻ്റായിട്ട് പെരുമാറ്റമൊക്കെ.